1951. ശരിയാണ്. ആറൂരി അവിടെ 400 പേര് രീതിയില്ലേ കാണും. അടുത്ത ചോദ്യം, ഹജ്ജ് ഉംറയുടെ അഹ്കാമുമായി ബന്ധപ്പെട്ട് ഇമാം നവവി രചിച്ച ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? മിൻഹാജ്. അല്ല, തെറ്റാണ്. അടുത്ത ചോദ്യം അടുത്ത ഗ്രൂപ്പിനോട്. ഇമാം അബുൽ ഹസൻ അലി അന്നദവി റഹിമഹുല്ലാഹ് പല നാടുകളിലും ദഅവത്തുമായി ബന്ധപ്പെട്ട പര്യടനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ അബുൽ ഹസൻ മൗലാനയുടെ നടന്നിട്ടുള്ള സംസാരങ്ങൾ പുസ്തക രൂപത്തിൽ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പുസ്തകമാണ് അത്തജ്ദീദ് വൽ മുജദ്ദിദ്. അത് ഏത് നാട്ടിലെ പ്രസംഗങ്ങളാണ്, അത് ഏത് വർഷം നടന്നതാണ്? അത്തജ്ദീദ് വൽ മുജദ്ദിദ് 1952. തെറ്റാണ്. ഉത്തരം തെറ്റാണ്. അടുത്ത ഗ്രൂപ്പിനോട്. ഇമാം ഇസ്നവിയുടെ പൂർണ്ണ നാമം, സനത്തുൽ വഫാത്ത്. മുഹമ്മദ് ഇബ്നു യൂസഫ് ഇബ്നു അലി. തെറ്റാണ്. ഒരു റൗണ്ട് പൂർത്തിയായി. മൗലാന അബുൽ ഹസൻ അലി അന്നദവിയുടെ ബംഗ്ലാദേശിൽ വെച്ച് നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരം ഒരു പുസ്തക രൂപത്തിലുണ്ട്. അതിന്റെ പേരെന്താണ്? തുഹ്ഫത്തുൽ മശ്രിഖ്. ശരിയാണ്. അടുത്ത ചോദ്യം, അദ്ദഅവത്തുൽ ഇസ്ലാമിയ്യ വ തതവ്വുറാത്തുഹാ ഏത് നാട്ടിൽ വെച്ച് നടന്ന പ്രസംഗങ്ങളാണ്, ഏത് വർഷമാണ്? അദ്ദഅവത്തുൽ ഇസ്ലാമിയ്യ വ തതവ്വുറാത്തുഹാ. ദാറുസ്സിഖാൻ. തെറ്റാണ്. ഇമാം ഇബ്നു ജമാഅയുടെ പൂർണ്ണ നാമം, സനത്തുൽ വഫാത്ത്. സമയം കഴിഞ്ഞു. അടുത്ത ചോദ്യം, അലിമിയാന്റെ താഷ്കന്ത് പര്യടനം നടന്ന വർഷം? അലിമിയാന്റെ താഷ്കന്ത് പര്യടനം നടന്ന വർഷം? അറിയില്ല. ബൈനൽ ജിബായത്തി വൽ ഹിദായ എന്ന ഗ്രന്ഥസമാഹാരത്തിന്റെ ഡീറ്റെയിൽസ്. ബൈനൽ ജിബായത്തി വൽ ഹിദായ ഇമാം അവറുകളെ സഊദ് ബിൻ അബ്ദുൽ അസീസ് ആലു സഊദിന് ആദ്യമായിട്ട് കത്തെഴുതിയ കത്താണത്. വർഷം 1947. ശരിയാണ്. മാദാ ഹസിറുൽ ആലം എന്ന ഗ്രന്ഥത്തിന്റെ ഉറുദു പരിഭാഷ പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം?
1947. ശരിയാണ്. അലീമിയാൻ ഡമാസ്കസ് യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി നിയമിതനായ വർഷം. ജാമിഅത്ത് ദിമഷ്കിൽ വിസിറ്റിംഗ് പ്രൊഫസറായി പോയിട്ടുള്ള വർഷം. ആയിരത്തി 1951. തെറ്റാണ്, 56. ഖസായിസുർ റസൂലിൽ ഇമാം ഇബ്നുൽ മുലഖിൻ നടത്തിയ രചനയുടെ പേരെന്താ? അറിയില്ല. ഖലാസ്. ഇനി അവസാനത്തെ എത്ര ചോദ്യമല്ലേ ഗ്രൂപ്പിനോടും? 4 ചോദ്യമല്ലേ? 4 ചോദ്യം. ഓക്കെ. ആറൂരി പറയാത്തുണ്ടല്ലോ അല്ലേ? ഓക്കെ. 2 ചോദ്യം കൂടെ എല്ലാ ഗ്രൂപ്പിനോടും. ഇമാം അബൂ ഹയ്യാൻ അൽ അൻദലുസിയുടെ പൂർണ്ണനാമം, സനത്തുൽ വഫാത്ത്. മുഹമ്മദ് ബിൻ യൂസുഫ് ബിൻ അലി അൽ ഖർനാത്തി അബൂ ഹയ്യാൻ അൽ അൻദലുസി തൂഫിയ സനത്ത് 745 സ്വാഹിബുൽ ബഖാർ. ഇസ്മഈ യാ സഹറ ഏത് രാജ്യത്ത് വെച്ച് അലീമിയ നടത്തിയ പ്രസംഗമാണ്? ഏത് വർഷം? കുവൈത്തിൽ വെച്ച്. വർഷം? 82. 82. 62. അരമാർക്ക്. കുവൈത്ത് എന്നുള്ളത് ശരിയാണ്, 62ആണ്. രണ്ടാമത് തിരുത്തി പറഞ്ഞാൽ കിട്ടൂലല്ലോ. ഇത് 2 ചോദ്യം ആയതുകൊണ്ടാണ് അരമാർക്ക് കൊടുക്കുന്നത്. മൗലാന അബുൽ ഹസൻ നദവി പല രാജ്യങ്ങളിലെയും ഇസ്ലാമിക സഭകളിൽ പല നിലക്കുള്ള സ്ഥാനങ്ങൾ വഹിച്ചയാളാണ്. ജനീവയിലെ ഏത് സഭയിൽ ഏത് പൊസിഷനിലായിരുന്നു ഇമാം അവറുകൾ നിയോഗിതനായത്? ജനീവയിലെ ഏത് സഭയിൽ ഏത് പൊസിഷനിൽ? ജനീവയിലെ ഒലുവാന അംഗമായിട്ടാണ് ക്ലിയർ ആയില്ല. അംഗമായിട്ടാണ് സഭ വന്നിട്ട് സഭയുടെ പേരും ആ അംഗത്വം ഒരു സ്പെഷ്യൽ അംഗത്വമാണ്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള പറഞ്ഞാലേ മാർക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. സഭ ഏതാണ്? ഏത് തരത്തിലുള്ള അംഗത്വമായിരുന്നു? റാബിത്തത്തുൽ തെറ്റാണ്. മജ്ലിസ്. ഇതേപോലെ തന്നെ ആലംഗഡിലെ ഏത് സഭയിൽ ഏത് പൊസിഷനിലായിരുന്നു ഇമാം അവറുകൾ ഉണ്ടായിരുന്നത്? ആലംഗഡിലെ ഒരു സഭയിൽ ഒരു സ്പെഷ്യൽ പൊസിഷനിൽ നിയമിതനായിട്ടുണ്ടായിരുന്നു. ആ സഭ ഏതാണ്? ആ പൊസിഷൻ ഏതാണ്? അറിയില്ല. ക്ലാസ്. അപ്പൊ ഇനിയൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം ശരിക്കും ഇല്ല. ഇനി ചോദ്യം വേണോ? നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നിർത്താം, പെട്ടെന്ന് ഉറങ്ങാൻ പോവാം. ക്ലാസ്. ചോദിക്കാം. കുറച്ചാൾക്കാർ വേണമെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട്
ചോദ്യം റെഡിയാണ്. ചോദ്യം ഇല്ലാത്തോണ്ടല്ല, നിങ്ങൾക്ക് നേരത്തെ ഉറങ്ങാൻ പോകാന്ന് വിചാരിച്ചിട്ടാണ്. കുവൈത്തിലെ ഏത് സഭ ഏത് പൊസിഷൻ? കുവൈത്തിലെ ഓൾ ഇന്ത്യ ചാരിറ്റബിൾ കുവൈത്തിലെ ഓൾ ഇന്ത്യ ഉണ്ടാവില്ല. തെറ്റാണ്. ലോക ഇസ്ലാമിക തെറ്റാണ്. അടുത്ത ഗ്രൂപ്പ്, ജോർദാനിലെ ഏത് സഭ ഏത് പൊസിഷൻ? പാസ്. കേട്ടോ? റൈസ്. എല്ലാ റൈസ് തന്നെ ആയിരിക്കും. അടുത്ത ചോദ്യം, ഇമാം അബുൽ ഹസൻ അലി നദ്വി UP ഗവൺമെന്റിന്റെ ഔദ്യോഗിക ബോർഡിൽ അംഗമായിരുന്ന വർഷം? 1960. ശരിയാണ്. ഏതാ ഗ്രൂപ്പ്? ഏതാ? അനിയ. അടുത്ത ചോദ്യം, അൽ-ഇമാം സയ്യിദ് അഹ്മദ് ബിൻ അർഫാൻ ഷഹീദ് എന്നവരെ കുറിച്ച് അബുൽ ഹസൻ അലി നദ്വി റഹിമഹുള്ളാഹുവിന്റെ ഒരു മഖാല വിദേശ മാസികയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. അത് ഏത് മാസികയിൽ? ഹൗല ഹറകത്തിൽ ഇമാം സയ്യിദ് അഹ്മദ് ബിൻ അർഫാൻ ഷഹീദ്. 1931. ശരിയാണ്. ബിസ്മില്ലാഹ് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി.